പ്രൈസ് ദി ലോർഡ്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ പകൽക്കാലവും ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തി ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മൾ പലപ്പോഴും ഈ വചനങ്ങളൊക്കെ വായിക്കുകയും കാണാതെ പഠിക്കുകയും മറ്റുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കുകയൊക്കെ ചെയ്യണം. ഇത് പറയുമ്പോൾ കിട്ടുന്നൊരു ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ഒക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ കുടുംബങ്ങളിന്മേലും അത് വ്യാപരിക്കും. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ഇരുട്ടും അന്ധകാരവും മാറണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ഭവനങ്ങൾ നിറയണം. നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചില നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് മുതൽ നാം ഒന്ന് വായിച്ചും ദൈവവചനം കയ്യിലെടുക്കുകയും മറ്റുള്ളവർ പറയുകയും ചെയ്തു നോക്ക്. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ഞങ്ങളുടെ ഉള്ളിൽ നിറയും. എന്നിട്ട് നമ്മൾ പറയണം, കർത്താവ്, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഉടമസ്ഥൻ അങ്ങാണ്, എൻ്റെ കാലഗതികളിലൊക്കെ അങ്ങയുടെ കയ്യിലിരിക്കുന്നു. എന്നെ കൊണ്ട് പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ, ഒരുപാട് പ്രതിസന്ധി കൂടെ, ഒരുപാട് വേദന കൂടെയൊക്കെ ഞാൻ കടന്നു പോകും. ആർക്കും എന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല, എൻ്റെ ആശ്രയം അങ്ങാണ്. എത്ര കുറവുകളുണ്ടെങ്കിലും കർത്താവ് നമ്മെ സ്നേഹിക്കും. ഒറ്റ നിമിഷം മതി കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ. ഒരിക്കലൊരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു. കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ കാല് കഴുകി തലമുടി കൊണ്ട് കണ്ണുനീർ തുടച്ചു. ശീമോൻ മനസ്സിൽ ചിന്തിച്ചു, ഇവളൊരു പാപിയായ സ്ത്രീയല്ലേ, ഇവൾ ആരുടെ മുൻപിലായിരിക്കുന്നേ? ഇവരൊരു പ്രവാചകനായിരുന്നെങ്കിൽ എങ്ങനെയുള്ളവനെന്ന് അറിഞ്ഞേനെ, ഇവൾ എങ്ങനെയുള്ളവളെന്ന് അറിഞ്ഞേനെ. എന്നാൽ ശിമിയോൻ മനസ്സിൽ ചിന്തിച്ചതുപോലും കർത്താവ് അറിഞ്ഞു. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിരൂപിക്കുന്നതും ഒക്കെ നീ അറിയുന്നു. കർത്താവ് ശിമോനോട് പറയുക. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നീ ഈ സ്ത്രീയെ നോക്ക്, ഇവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാല് നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. ഞാൻ അകത്ത് വന്ന സമയം മുതൽ ഇടപെടാതെ എൻ്റെ കാൽ ചുംബിച്ചു, എൻ്റെ കാൽ പരിമള തൈലം കൊണ്ട് പൂശി. എന്നാൽ ശീമോനെ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാല് കഴിയില്ല, നീ എനിക്ക് വെള്ളം തന്നില്ല, നീ എന്നെ ചുംബിച്ചില്ല, എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. എന്നാൽ ഈ സഹോദരി ഒന്നും യേശുവിനോട് പറഞ്ഞില്ല. അവൾ ചെയ്തത് ഒറ്റ കാര്യം, അവൾ കരഞ്ഞു. അവളുടെ കണ്ണുനീരിന് മുമ്പിൽ യേശുവിന് അവളെ അറിയാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മളും ഒന്നും മിണ്ടാതെ കരഞ്ഞ നിമിഷങ്ങൾ ജീവിതത്തിൽ കൂടെ കടന്നു വന്നപ്പോൾ, കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കണ്ണുനീര് കണ്ട് നമ്മുടെ മനസ്സലിഞ്ഞ ദൈവമാ. നമ്മുടെ കണ്ണുനീര് പലപ്പോഴും അങ്ങനെ നനഞ്ഞിട്ടില്ലേ? ഇവിടെ ഈ സ്ത്രീയും ശരിക്കും പറഞ്ഞാൽ യേശു ആരെന്ന് ഇവൾക്ക് അറിയത്തില്ല. കർത്താവിൻ്റെ ചരിത്രവും നമ്മൾ ഇവിടെ എഴുതി പഠിച്ചിട്ടിരുന്നാൽ അവൾ യേശുവിൻ്റെ മുൻപിൽ കരഞ്ഞു. തൻ്റെ തലമുടി കൊണ്ട് കർത്താവിൻ്റെ കണ്ണുനീർ തൻ്റെ തലമുടി കൊണ്ട് അവൾ കണ്ണുനീർ തുടച്ചു. അവൾ വാ തുറന്ന് ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. നമ്മുടെ ദീർഘശ്വാസം പോലും, നമ്മുടെ നെടുവീർപ്പ് പോലും അറിയുന്നൊരു കർത്താവുണ്ട്. നമ്മളും താങ്ങാനാകാത്ത വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒന്നോർക്കണം, നമ്മളെ തകർക്കാനോ നശിപ്പിക്കാനോ അല്ല. നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ നമ്മൾ ആശ്രയിക്കുന്ന പലരും, പ്രതീക്ഷിക്കുന്ന പലരും മാറിപ്പോകുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തീരുമാനിക്കുന്നത് തമ്പുരാനാ. കർത്താവിനോട് പറയുക, നിന്റെ അനേകമായ പാപങ്ങൾ, ഒരു പാപമല്ല, അനേകമായ പാപങ്ങൾ ഞാൻ മോചിച്ച് തന്നിരിക്കുന്നു. ദൈവം നമ്മെ കാണുന്നത് ഒരു മനുഷ്യൻ കാണുന്നത് പോലെയോ, ഒരു മനുഷ്യൻ അറിയുന്നത് പോലെയോ, ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല കർത്താവ് നമ്മളെ കാണുന്നത്. ഈ സ്ത്രീ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞത് മാത്രമേ ഉള്ളൂ. അവൾ ഒന്നും പറഞ്ഞില്ല, പാപിയാണെന്ന് അവൾ പറഞ്ഞില്ല. പക്ഷേ കർത്താവ് അവളോട് പറയുക, സ്ത്രീയെ, നിന്റെ അനേകവിധമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നിനക്ക് ഇന്ന് മുതൽ സമാധാനമുണ്ട്. ഇന്നലെ വരെ അനുഭവിക്കാത്തൊരു ദൈവിക സമാധാനം അവളുടെ മനസ്സിൻ്റെ അകത്ത് വ്യാപരിച്ചു. ഇന്നലെ വരെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ദൈവിക ആശ്വാസത്തിൽ കൂടെ അവൾ കടന്നുപോയി. കർത്താവ് പറയുക, നീ സമാധാനത്തോടെ പോവുക. മറ്റാരുമല്ല പറഞ്ഞത് സമാധാനത്തോടെ പോകാൻ, കർത്താവാ പറഞ്ഞേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് അതുപോലെ പറഞ്ഞതുപോലെ പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാ. കരയണ്ടെന്ന് പറഞ്ഞാൽ കർത്താവ് എൻ്റെ മുൻപിൽ അതിൻ്റെ പരിഹാരമുണ്ട്. സമാധാനം തരാമെന്ന് പറഞ്ഞാൽ കർത്താവിന് സമാധാനം തരുവാൻ കഴിയും. കർത്താവ് പറയുക, നീ സമാധാനത്തോടെ പോകുക. കർത്താവ് നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാ. മറ്റാരും നിനക്ക് പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കഴിയത്തില്ല. ഈ സ്ത്രീ യേശുവിൻ്റെ അകത്ത് വന്ന സമയം തൊട്ട് ഈ സ്ത്രീ യേശുവിനെ ചുംബിച്ചു. തലയിൽ
തൈലം പൂശിയില്ല ശീമോൻ. പക്ഷേ എന്നാൽ ഈ സഹോദരി ഒന്നും യേശുവിനോട് പറഞ്ഞില്ല. അവൾ ഒറ്റ കാര്യം മാത്രമേ ചെയ്തുള്ളൂ. അവൾ യേശുവിൻ്റെ പാദപീഠത്തിരുന്ന് കരഞ്ഞു. അവൾ പാപിയാണെന്ന് അവൾ യേശുവിനോട് പറഞ്ഞില്ല. അവൾക്ക് സമാധാനമില്ല എന്നവൾ യേശുവിനോട് പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ഹൃദയം പോലും നമ്മുടെ ചിന്ത പോലും അറിയുന്ന ഒരു നല്ലവനായ കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. ഈ പകലും ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നൽകി. ആ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.